ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തി കുളിക്കൂടിന്റെ രസകരമായ അപ്കമിങ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിക്ക് ഓഫീസിൽ പോകാനായി സർപ്രൈസ് ആയിട്ട് സ്കൂട്ടർ വാങ്ങി കൊടുക്കുകയും നികേഷും സുധീഷും കൂടി സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇതിനിടയിൽ സുധീഷ് തന്റെ പ്രണയനിധിയോട് തുറന്നു പറയുകയാണ്. കോൺസ്റ്റബിൾ ഗോപിയിൽ നിന്ന് തന്റെ ആധാർ കാർഡിന്റെ നമ്പർ സുധീഷിന്റെ ഫോണിൽ ഉണ്ടായിരുന്നെന്നും ആ ആധാർ കാർഡ് വെച്ചാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്തതെന്ന സത്യം തിരിച്ചറിയുകയും സുധീഷിനോട് വളരെ ദേഷ്യത്തിൽ പെരുമാറുകയും ചെയ്യുകയാണ് നിധി. എന്നാൽ ആ ചതി കിളിക്കൂട്ടിലുള്ളവരെ അറിയിച്ച് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി കിളിക്കൂട്ടിൽ തന്നെ താൻ താമസിക്കുമെന്ന് നിധി സുധീഷിനോട് പറയുന്നുണ്ട്. ഒരു ദിവസം ഒരു പോസ്റ്റ്മാൻ നിധിക്കായ ഒരു രജിസ്റ്റേർഡ് കൊണ്ടുവരുന്നുണ്ട്. നിധി അത് ഒപ്പിട്ട് വാങ്ങുകയും ചെയ്യുകയാണ്. അത് തുറന്നു നോക്കുമ്പോൾ ആധാർ കാർഡ് ഏട്ടത്തി അപ്ലൈ ചെയ്തിരുന്നു എന്ന് ഇത് കാണുന്ന നികേഷ് ചോദിക്കുകയാണ്. ഇല്ലടാ, ഞാനത് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരുന്നല്ലോ എന്ന് പറയുകയാണ് നിധി. പിന്നെന്തിനാ ആധാർ കാർഡ്? ഇതിൽ ഈ വീടിന്റെ അഡ്രസ്സും ആണല്ലോ എന്ന് നികേഷ് പറയുമ്പോൾ ഈ അഡ്രസ്സിലേക്ക് ഞാൻ ആധാർ കാർഡ് മാറ്റിയില്ലല്ലോ എന്ന് പറയാണ് നിധി. ഏട്ടത്തി അപ്ലൈ ചെയ്യാതെ എങ്ങനെയാ ഇവിടേക്ക് ആധാർ കാർഡ് വരുന്നതെന്ന് ചോദിക്കുകയാണ് നികേഷ്. ഞാൻ അഡ്രസ്സ് മാറാൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് സംശയത്തോടെ നിധി തിരിഞ്ഞു നോക്കുമ്പോൾ സുധീഷ് അവിടെ നിൽക്കുന്നത് കാണുകയാണ്. സുധീഷിനോട് ഇത് സുധീഷാണോ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതെ, ലൈസൻസ് എടുക്കണമെങ്കിൽ ഈ വീടിന്റേതായ എന്തെങ്കിലും പ്രൂഫ് നിധിയുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നിധിയുടെ ആധാർ കാർഡിന്റെ അഡ്രസ്സ് മാറ്റിയതെന്ന് സുധീഷ് പറയാണ്. എങ്ങനെയാ മാറ്റിയതെന്ന് നിധി ചോദിക്കുമ്പോൾ അതെ, സുധീഷ് ഏട്ടൻ എങ്ങനെയാ ഇത് മാറ്റിയതെന്ന് ചോദിക്കുകയാണ് നികേഷും. ഏട്ടത്തി അതൊന്നും തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ച് വായിച്ചു നോക്കുകയാണ് നികേഷ്. എന്നിട്ട് പറയാണ്, നിധി സുധീഷ് എന്ന് ഇതിൽ പേരാക്കിയിട്ടുണ്ട്, വൈഫ് ഓഫ് സുധീഷ് എന്ന് സുധീഷ് ഏട്ടന്റെ പേരും ഉണ്ട് എന്ന് പറയാണ്. അത് വാങ്ങി വളരെ ദേഷ്യത്തോടെ സുധീഷിനെ നോക്കുകയാണ് നിധി. ടെൻഷനോടെ സുധീഷ് പറയാണ്, നിധി ഞാൻ താൻ പറയുന്നു എന്ന് കേൾക്ക്. നിധി, ഈ വീട്ടിലെ അഡ്രസ്സിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിലേ ലൈസൻസ് വാങ്ങാൻ പറ്റും. എനിക്ക് ഇവിടുത്തെ അഡ്രസ്സ് വെച്ച് പ്രൂഫ് ഉണ്ട്. അതുകൊണ്ട് ഈ പ്രൂഫ് വെച്ച് നിധിയുടെ അഡ്രസ്സ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ലൈസൻസ് നിധിക്ക് പെട്ടെന്ന് കിട്ടും. നിധിക്ക് ലൈസൻസ് വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയാണ് സുധീഷ്. ലൈസൻസ് കിട്ടിയതുകൊണ്ട് എന്റെ പേര് മാറ്റി നിധിയുടെ അച്ഛന്റെ പേര് വെച്ചോ എന്ന് പറയാണ് സുധീഷ്. അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഡിവോഴ്സ് ആകുമ്പോൾ അഡ്രസ്സും പേരും ചേഞ്ച് ചെയ്തോ. അഡ്രസ് പ്രൂഫ് ഇല്ലെങ്കിൽ ലൈസൻസ് കിട്ടില്ല നിധി, അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തത്. അല്ലാതെ നിധിയുടെ പേര് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നുണ്ട് സുധീഷ്. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ നിധി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ സുധീഷ് ഹരീഷിന്റെ കടയിൽ പോയിരുന്ന മൊബൈലിലൂടെ നിധിക്ക് പുതിയ ആധാർ കാർഡ് അപ്ലൈ ചെയ്ത കാര്യം പറയാണ്. എന്തിനാ അങ്ങനെ ആധാർ കാർഡിലെ അഡ്രസ് മാറ്റിയെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ അവൾക്ക് ലൈസൻസ് വാങ്ങണ്ടേടാ, അതുകൊണ്ട് അവളുടെ വീട്ടഡ്രസ് മാറ്റി. ഇനി മുതൽ നമ്മുടെ വീട്ടഡ്രസ് ആയിരിക്കും അവളുടേതെന്ന് പറയാണ് സുധീഷ്. അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ചെയ്യാതിരിക്കാൻ എന്താ, ഞാൻ അവളുടെ ഹസ്ബൻഡ് അല്ലേ. എന്റെ ആധാർ കാർഡിന്റെ നമ്പർ കൊടുത്ത് അവളുടെ ആധാർ കാർഡിന്റെ അഡ്രസ് മാറ്റാൻ പറ്റും, സിമ്പിൾ. ഇതൊക്കെ ഏട്ടത്തി അറിയുമെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ അറിയില്ല, പക്ഷെ പെട്ടെന്ന് അറിയുമെന്ന് പറയാണ് സുധീഷ്. അറിഞ്ഞാൽ എന്താണെന്നും പറയാണ് സുധീഷ്. സുധീഷ് ഏട്ടന്റെ ഇഷ്ടത്തിന് ഇതൊക്കെ ചെയ്യുന്ന ഏട്ടത്തിക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കുകയാണ് ഹരീഷ്. അവൾക്ക് വേണമെങ്കിൽ എന്നെ ഭർത്താവായി അംഗീകരിക്കാതിരിക്കാം, പക്ഷെ നിയമപ്രകാരം അവളുടെ ഭർത്താവ്, അതാണ് കെയർ ഓഫ് രാജീവ് എന്നുള്ള അഡ്രസ്സ് മാറ്റിയിട്ട് എന്റെ അഡ്രസ് ആക്കി മാറ്റിയത്. ചേട്ടൻ ലൈസൻസിന് വേണ്ടി മാത്രം ഇത് ചെയ്തതാണെന്ന് തോന്നുന്നില്ല എന്ന് പറയാണ് ഹരീഷ്. അത് മാത്രല്ലടാ, അവൾ എന്റെ ഭാര്യയാണെന്ന് എന്നുള്ളതിന് മറ്റെന്തെങ്കിലും ഒരു പ്രൂഫ് കൂടി വേണ്ടേടാ. ഇപ്പൊ മാരേജ് സർട്ടിഫിക്കറ്റ് മാത്രമല്ലേ ഉള്ളൂ, ഇതൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് അല്ലേ. അവൾ എന്നെ വിട്ട് ഒരടി പിന്നിലേക്ക് പോകുമ്പോൾ ഞാൻ രണ്ടടി മുന്നിലേക്ക് വരണ്ടേടാ എന്ന് പറയാണ് സുധീഷ്. അങ്ങനെയൊന്നും അവളെ എനിക്ക് വിടാൻ പറ്റില്ലടാ, ഞാൻ അവളെ വിട്ട് അകലത്തുമില്ല പിരിയത്തുമില്ല. തുടർന്ന് എല്ലാം കേട്ട് കണ്ണു തല്ലി നിൽക്കുകയാണ് ഹരീഷ്. സുധീഷ് പറയാണ്, ഇനി എന്റെ ആധാർ കാർഡിൽ നിന്ന് പേര് മാറ്റണമെങ്കിൽ അവൾക്ക് ഒരുപാട് പാടുപെടേണ്ടി വരും. ഇതൊക്കെ മാറ്റുന്നതിലും ഭേദം ഇവന്റെ കൂടെ ജീവിക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തന്നെ തോന്നാൻ തുടങ്ങും. അറ്റ്ലീസ്റ്റ് ഈ ആധാർ കാർഡിലെങ്കിലും ഞാൻ അവളുടെ ഭർത്താവായി ഇരിക്കട്ടെടാ. ഇനി ഓഫീസിൽ ആരെങ്കിലും ആധാർ കാർഡ് ചോദിച്ചാൽ അവൾ ഈ ആധാർ കാർഡ് എടുത്തു കൊടുക്കും. അവിടെയുള്ള എല്ലാവരും ഞാനാണ് അവളുടെ ഹസ്ബൻഡ് എന്നറിയും. പിന്നെ ഓഫീസിൽ ഇതിനെപ്പറ്റി സ്റ്റാഫുകൾ സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ അവൾക്ക് തന്നെ തോന്നി തുടങ്ങും പതിയെ പതിയെ ഇതെല്ലാം ഒരു ടെക്നിക് ആണടാ. പുഞ്ചിരിച്ച് സുധീഷിനെ കൈ കൊടുത്തുകൊണ്ട്, സുധീഷ് ഏട്ടന്റെ സ്വഭാവം ഒരിക്കലും മാറില്ല എന്ന് പറയാണ് ഹരീഷ്. ആ കൈ തട്ടി മാറ്റി, പിന്നെ എന്റെ സ്വഭാവം മാറ്റിയിട്ട് നീയൊക്കെ എനിക്ക് അവാർഡ് തരാൻ പോവുകയാണല്ലോ എന്ന് പറയുകയാണ് സുധീഷ്. പിന്നീട് നിധിയെയും കൂടി ട്രാവൽസിലേക്ക് വന്ന സുധീഷ് തോമസ് ചേട്ടനെ കാണാനായി വെയിറ്റ് ചെയ്യാണ്. സുധീഷ് തോമസ് ചേട്ടൻ വരുമ്പോൾ നിധിക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്യണമെന്ന് പറയാണ്. അതിനെന്താ സുധീഷെ, അപ്ലൈ ചെയ്യാലോ എന്ന് പറയാണ് തോമസ് ചേട്ടൻ. ആ സമയം ഒരു ഫോം കൊടുത്ത് അത് ഫില്ല് ചെയ്ത് തരാൻ നിധിയോട് പറയാണ് തോമസ് ചേട്ടൻ. നിധി അത് സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിലൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി ഒട്ടിക്കണം എന്ന് പറയാണ് തോമസ് ചേട്ടൻ. നിധി തോമസ് ചേട്ടൻ കൊടുക്കാനായി സുധീഷിനെ ഫോട്ടോസ് ഏൽപ്പിക്കുമ്പോൾ അതിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് മാറ്റിയാണ് സുധീഷ്. നിധി കാണാതെ ഫോട്ടോ ഒട്ടിച്ചതിന് ശേഷം ഞാനിത് RTO ഓഫീസിൽ സബ്മിറ്റ് ചെയ്തോളാം. എപ്പോഴാണ് RTO ഓഫീസിൽ പോകേണ്ടതെന്ന് ഞാൻ പറയാം, ഒന്ന് നീ നിന്റെ ഭാര്യയും കൂട്ടി വന്നാൽ മതി എന്ന് പറയാണ് തോമസ് ചേട്ടൻ. ശരിയെന്ന് പറഞ്ഞ സുധീഷ് നിധിയും കൂട്ടി ഓഫീസിൽ നിന്ന് അവിടെ നിന്ന് ഉറങ്ങാണ്. പിന്നീട് ഓട്ടോയിൽ ഓഫീസിൽ പോകുകയായിരുന്ന നിധി രാജീവും മഹേഷും സൂര്യയും സുധീഷിനെ തല്ലിയതും രാജീവിന്റെ മുന്നിൽ വെച്ച് സുധീഷ് നിധിയുടെ കഴുത്തിൽ താലി കെട്ടിയതും പിന്നീട് സുധീഷ് നിധിയെ പ്രൊപ്പോസ് ചെയ്തതും എല്ലാം ഓർക്കുകയാണ്. അതിനുശേഷം സുധീഷ് തനിക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങി തന്നതും സുധീഷിനെ തന്റെ വീട്ടുകാർ കൊല്ലാൻ നോക്കിയതും നിധിക്ക് സ്കൂട്ടർ വാങ്ങി കൊടുത്തു. ഇപ്പോൾ സുധീഷ് ചെയ്ത തെറ്റുകൾക്കൊക്കെ നിധിയോട് ക്ഷമ പറഞ്ഞതും നിധി ഓർക്കുന്നുണ്ട്. പിന്നീട് നിധിയെ എട്ടെടുക്കാനായി പഠിപ്പിക്കുന്നുണ്ട് സുധീഷ്. പിന്നീട് സുധീഷ് നിധി പഠിപ്പിച്ചും തളരുന്നുണ്ട്. വീണ്ടും വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം
ഞാനൊട്ടും ശരിയാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട നിധിയെ കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത് പഠിപ്പിക്കുകയാണ് സുധീഷ്. പിന്നീട് RTOയ്ക്ക് മുന്നിൽ ലെറ്റെടുക്കാൻ വരികയാണ് നിധി. ലൈസൻസ് എടുക്കാൻ വന്ന ഒരു പെൺകുട്ടിയോട് RTO പറയുന്നത് കേട്ട് ടെൻഷനായി നിധിയോട് കോൺഫിഡൻസോടെ വണ്ടി ഓടിക്കാനും RTO പറയുന്നത് കേട്ട് തളരരുതെന്നും വണ്ടി നന്നായി ഓടിക്കണമെന്ന് മാത്രം മനസ്സിൽ ചിന്തിച്ച് ഓടിക്കാന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് സുധീഷ്. ഭയത്തോടെ എട്ടെടുക്കുന്ന നിധി പലതവണ കാലം നിലത്ത് കുത്തുകയാണ്. ആ കുട്ടിയോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നു. ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുക എന്നും നന്നായി പഠിച്ചിട്ട് വരാൻ പറ, അവരെ റിജക്ട് ചെയ്തേക്കുമെന്നും പറയാണ് RTO ആ സമയം. വിഷമത്തോടെ സുധീഷിന് അരികിൽ വന്ന നിധി സോറി സുധീഷേ, ഞാനാകെ പേടിച്ചു പോയി എന്ന് പറയാണ്. അതൊന്നും സാരമില്ല നിധി, വിഷമിക്കണ്ട, ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയാണ് സുധീഷ്. വേണ്ട സുധീഷേ, RTO വലിയ ദേഷ്യക്കാരനാണ്, നീ അവിടെ ചെന്ന് പണി മേടിക്കണ്ട, നല്ലപോലെ പഠിച്ചിട്ട് വേറൊരു ദിവസം വരാമെന്ന് പറയാണ് തോമസ് ചേട്ടൻ. തോമസ് ചേട്ടൻ പറയുന്നത് കേൾക്കാതെ വിഷമിച്ചു നിൽക്കുന്ന നിധിയെ ഒന്ന് നോക്കിയിട്ട് RTOയുടെ അടുത്തേക്ക് പോവുകയാണ് സുധീഷ്. RTOയുടെ അടുത്തേക്ക് എന്ന സുധീഷ്, സാർ നിധി പേടിച്ചത് കൊണ്ടാണ് ശരിക്കും ഓടിക്കാനെന്നും ഒരു ചാൻസ് കൂടി കൊടുക്കണമെന്നും പറയാണ്. നിധിയുടെ ഹസ്ബൻഡാണ് ഞാൻ, ഒരു ചാൻസ് കൂടി തരണം, അവള് പേടിച്ചത് കാരണമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരേ ഒരു അവസരം കൂടി തരണം എന്നൊക്കെ പറയുമ്പോൾ RTO സുധീഷിനെ വഴക്ക് പറയാണ്. അരികിലേക്ക് വന്ന നിധി, വേണ്ട സുധീഷേ, എന്റെ കയ്യിലാ തെറ്റ്, ഇനി നന്നായി പഠിച്ച് ഒന്നും കൂടെ വരാം, ഞാൻ നന്നായി ഓടിക്കണമായിരുന്നു എന്ന് പറയാണ് നിധി. തോമസ് ചേട്ടനും വന്നിട്ട് മതി സുധീഷ്, നീ വാ, നമുക്ക് നന്നായി ഓടിച്ചു പഠിച്ച് പിന്നെ വരാമെന്ന് പറയാണ്. ഇത് കേട്ടിട്ട് നിങ്ങളും അങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞ് മാറ്റി നിർത്താണ് നിധിയെയും തോമസ് ചേട്ടനെയും സുധീഷ്. വീണ്ടും RTOയായി സംസാരിക്കുകയും ചെയ്യാണ്. കൈകൂപ്പി അപേക്ഷിക്കുകയാണ് സുധീഷ്. RTO വഴക്ക് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ് സുധീഷ്. അവസാനം ഗതികെട്ട് ശരി വരാൻ പറയാമെന്ന് പറയുന്നുണ്ട് RTO. നിധിയുടെ അടുത്തേക്ക് സന്തോഷത്തോടെ വന്ന നിധി തനിക്ക് അവസാനം ഒരു ചാൻസ് കൂടെ RTO തന്നിട്ടുണ്ട്, എല്ലാവരുടെയും കഴിഞ്ഞ് ലാസ്റ്റ് ആയിരിക്കും വിളിക്കുന്നതെന്ന് പറയാണ്. അത് അതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഓടിച്ച് പഠിക്കുന്ന സുധീഷ് പറയുമ്പോ പേടിയാണ് സുധീഷ് എനിക്ക്, അപ്പൊ നമുക്ക് പോകാം, ഒരു തവണ ട്രൈ ചെയ്ത് നോക്ക് നിധി. ഇല്ല സുധീഷ്, എനിക്ക് പേടിയാകുന്നു നിധി പറയുമ്പോൾ ഇതിങ്ങനെ കൈകാര്യം ചെയ്യാൻ ശരിയാകില്ല എന്ന് മനസ്സിൽ ചിന്തിച്ച് ഇൻഡിപെൻഡന്റായി ജീവിക്കണമെന്ന് ചിന്തിച്ചാൽ മാത്രം മതിയോ, അതിന് തയ്യാറാകണം. തനിച്ച് ഒരു വണ്ടി പോലും ഓടിക്കാൻ അറിയില്ല, പിന്നെ എങ്ങനെയാ ഇൻഡിപെൻഡന്റ് ആകുന്നത്? ദേ നോക്കാൻ, ഇതാണ് ലാസ്റ്റ് ചാൻസ്, ലൈസൻസ് എടുത്തില്ലെങ്കിൽ ഞാൻ വരില്ല, പിന്നെ താൻ എന്തെങ്കിലും ചെയ്തു എന്ന് പറയാണ് സുധീഷ്. ഇത്തവണ പാസ്സായില്ലെങ്കിൽ വണ്ടി എടുക്കാമെന്ന് ചിന്തിക്കേണ്ട, ദിവസവും ദിവസത്തിൽ തന്നെ പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് സുധീഷ് നിധിയോട്. ഇത് കേട്ട് ദേഷ്യത്തോടെ മതി എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് RTOയുടെ അടുത്തേക്ക് സ്കൂട്ടറുമായി പോയി എട്ടെടുക്കുകയാണ് നിധി. ഇത് കണ്ട് സന്തോഷിക്കുകയാണ് സുധീഷും തോമസ് ചേട്ടനും. RTOയുടെ അടുത്ത് താങ്ക്സ് ഒക്കെ പറഞ്ഞ് സുധീഷിന്റെ അടുത്ത് നിന്ന് നിധിയോട് സൂപ്പർ, എന്റെ മോട്ടിവേഷൻ വർക്ക് ചെയ്യപ്പെട്ടല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ അപ്പോൾ ഇതിനു വേണ്ടിയാണോ സുധീഷ് എന്നെ ചീത്ത പറഞ്ഞതെന്ന് നിധി ചോദിക്കുകയാണ്. ഞാൻ മനസമാധാനത്തോടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ വർക്കൗട്ട് ആയില്ലല്ലോ, അപ്പോൾ വിചാരിച്ചു ചീത്ത പറഞ്ഞു നോക്കാമെന്ന്, അത് വർക്കൗട്ട് ആയില്ലേ, ഞാൻ വിചാരിച്ചു സുധീഷ് എന്നെ ശരിക്കും ചീത്ത പറഞ്ഞതാണെന്ന് എന്ന് പറയാണ് നിധി. ഞാനിങ്ങനെ ചീത്ത പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിധി ഇപ്പോൾ നന്നായി വണ്ടി ഓടിക്കുമായിരുന്നു. ഇത് കേട്ട് പുഞ്ചിരിയോടെ തലയാട്ടുകയാണ് നിധി. ഇത് കണ്ട സുധീഷും പുഞ്ചിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കൽ കൂടി നിധിയോടുള്ള തന്റെ പ്രണയം തെളിയിക്കുകയാണ് സുധീഷ്.